ശരിക്കും ഈ കൊളസ്ട്രോൾ ഒരു ശത്രു അല്ല കേട്ടോ. നമുക്ക് ശരീരത്തിലെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാന്, എനർജിക്ക്, കോശങ്ങൾ സംരക്ഷിക്കാന്, ഇതിനെല്ലാം നമുക്ക് കൊളസ്ട്രോൾ ആവശ്യമാണ്. പക്ഷെ അതിനൊരു ഒപ്റ്റിമൽ ലെവലുണ്ട്. അത് കഴിഞ്ഞാലാണ് ഇതൊക്കെ എന്താവുന്നത്, വില്ലനായി മാറുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: 4 മുതൽ 6 ആഴ്ച വരെ, എന്ന് വെച്ചാൽ 1.5 മാസത്തേക്ക് നന്നായിട്ട് ഡയറ്റ് ശ്രദ്ധിക്കുക. അതുപോലെ 20 തൊട്ട് 30 മിനിറ്റ് വരെ ദിവസവും എക്സസൈസ് ചെയ്യുക. ഈ ഡയറ്റ് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നല്ലാട്ടോ അർത്ഥം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നല്ല ബാലൻസ്ഡ് ഡയറ്റ്, നല്ല കൊഴുപ്പുകൾ ഉപയോഗിക്കുക, ചീത്ത കൊഴുപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക. ഇതാണ് നമ്മൾ ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 4 മുതൽ 6 ആഴ്ച വരെ നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങളുടെ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ കുറവില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറെ കാണണം, മെഡിസിൻ എടുക്കണം. അല്ല, കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ദാറ്റ് ഫോർ എ 4 വീക്സ് മോർ. ഒരു 4 ആഴ്ചയും കൂടി കണ്ടിന്യൂ ചെയ്തിട്ട് നന്നായിട്ട് കുറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കൊളസ്ട്രോൾ കുറയ്ക്കാൻ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഇത് മാത്രം കഴിച്ചത് കൊണ്ട് കൊളസ്ട്രോൾ കുറയില്ല. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ബാഡ് കൊളസ്ട്രോൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾറെഡി സ്റ്റോർഡ് ഇൻ യുവർ ബോഡി. നിങ്ങളുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തേക്കാണ്. അപ്പം അതിനെ നമ്മൾ ഒരുക്കി കളയാനാണ് എന്ത് ചെയ്യുന്നത്, എക്സസൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നല്ലൊരു എക്സസൈസും ഉണ്ട്. ഈ ബാഡ് കൊളസ്ട്രോൾ പിന്നീട് വരാതിരിക്കാനുള്ള ഡയറ്റും കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ബാഡ് കൊളസ്ട്രോൾ കുറയും. ഓക്കെ, അതാണ് കാര്യം കേട്ടോ. അല്ലാതെ ഡോക്ടർ പറഞ്ഞു ഭക്ഷണങ്ങൾ ഇത് കഴിച്ചാൽ കുറയുന്നുള്ളത് അങ്ങനെ അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ള ഇതാണ്. ഇനിയുള്ള ബാഡ് കൊളസ്ട്രോൾ അക്യുമുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡുകളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഹൈ ഫൈബർ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഓട്സ്, നമ്മുടെ പയറ് വർഗ്ഗങ്ങള്, അതുപോലെ ആപ്പിള്, പേരയ്ക്ക, കുരുവോട് കൂടിയ പേരയ്ക്ക, ബദാം, വാൾനട്ട്, അവക്കാഡോ, സൺഫ്ലവർ സീഡ്സ്, ഇതെല്ലാം നമുക്ക് നല്ല കൊളസ്ട്രോളിനെ പ്രദാനം ചെയ്യുന്നു. സാധാരണ നമ്മൾ മലയാളികൾ കഴിക്കുന്നത് തന്നെയാണ് അല്ലെ കുത്തരി വളരെ നല്ലതാണ്. അതിന്റെ കൂടെ തന്നെ മില്ലറ്റ്സ്, അതുപോലെ റാഗി, ഇവയെല്ലാം നമുക്ക് നല്ല കൊളസ്ട്രോളിനെ പ്രദാനം ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് കേട്ടോ. ഒമേഗ 3 അടങ്ങിയിട്ടുള്ള എല്ലാ ഫിഷുകളും നല്ലതാണ്. ടൂണ, മത്തി, അതുപോലെ തന്നെ മീനെണ്ണ കഴിക്കുന്നത്, വെജിറ്റബിൾസിലെ ചീര, ബ്രോക്കോളി, കെയില്, ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ബെറീസ്, പിന്നെ അനാറ്, മുന്തിരി, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾ, ഇവയെല്ലാം കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. കാരണം എന്താണെന്നറിയോ, ഇതിലൊരു സീക്രട്ട് ഉണ്ട്. ഈ 3 സാധനങ്ങളിൽ 2 എണ്ണം ഹോമിയോപ്പതിയിൽ മെഡിസിനായി ഉപയോഗിക്കുന്നതാണ് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി. ഗ്രീൻ ടീയും ജീരകവെള്ളവും ഒക്കെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ അടിഞ്ഞുകൂടാതിരിക്കാൻ സഹായിക്കുന്ന പാനീയങ്ങളാണ്. ഇനി ബാഡ് കൊളസ്ട്രോളിനെ പറ്റി വറീഡ് ആവണ്ട എന്നല്ല വിചാരിക്കേണ്ടത്. ശരീരത്തിലുള്ളതിനെ നമുക്ക് ഉരുക്കി കളയണം. അപ്പോൾ എക്സസൈസ് മസ്റ്റാണ്. ഓക്കെ, ബാക്കി ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.